ഇപ്പൊ പറഞ്ഞു തിരച്ചിൽ വൈകിട്ടില്ല. പക്ഷെ സൂപ്രണ്ട് പറയുന്നത് ആദ്യം ഫയർഫോഴ്സ് മറ്റവരും വന്നു, ആരും അതിനകത്ത് കുടുങ്ങി കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞത്. അങ്ങനെ ആദ്യം ഫയർഫോഴ്സ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തിരച്ചിൽ വൈകി. പിന്നീട് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങി. അപ്പോൾ സൂപ്രണ്ട് സമ്മതിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യഘട്ടത്തിൽ ആരും അകത്ത് കുടുങ്ങിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം തിരച്ചിൽ നിർത്തിവെച്ചു. ഒന്ന്. രണ്ട്, തിരച്ചിൽ വൈകി. ഇത് രണ്ടും സൂപ്രണ്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ മന്ത്രി പറയുന്നു തിരച്ചിൽ വൈകിട്ടില്ല. ഇപ്പൊ ഏതാണ് അതിൽ യഥാർത്ഥത്തിൽ ശരി? ഞങ്ങൾ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞങ്ങൾ വന്നതിന് ശേഷം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് ഇറ്റാച്ചിയോ JCBയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി അടിയന്തരമായി നീക്കം നടത്താൻ നിർദ്ദേശിച്ചെന്ന് ഞാൻ പറഞ്ഞ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. അല്ല, സൂപ്രണ്ട് പറഞ്ഞതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മറ്റേ മീറ്റിംഗിലായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോൾ ഫയർഫോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഫയർഫോഴ്സ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം അവിശ്വസിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ്. ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത ഈ നിർദ്ദേശം വളരെ പെട്ടെന്ന് നീക്കിയിട്ടാണ് ഹിറ്റാച്ചി വന്നതും കാര്യങ്ങളിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞാനും വീണാ മിനിസ്റ്ററും ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് ഞാൻ വന്നൊരു 10 മിനിറ്റിനുള്ളിൽ അവരും വന്നു. അങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് അടിയന്തരമായി നീങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ വസ്തുതാപരമായ കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കുക. അതിൽ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനങ്ങളും മറ്റു കാര്യങ്ങളും പോകുന്നു. ശരിയാണ്. ഇല്ല, തെറ്റിദ്ധരിക്കില്ലല്ലോ. അദ്ദേഹത്തോട് ഫയർഫോഴ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം. അത് പറഞ്ഞല്ലോ. ഫയർഫോഴ്സും പോലീസുമാണല്ലോ ആദ്യം ഈ തെരച്ചിലിന് നേതൃത്വം കൊടുത്തിരുന്നത്. അദ്ദേഹം മറ്റേ കോൺഫറൻസിൽ ഓടി വരികയായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞത്, അല്ലാതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല. മിനിസ്റ്റർ, ഈ അവാർഡ് നടക്കുന്ന തൊട്ട് തലേ ദിവസം CPM ശില്പശാല കോട്ടയത്താണ് നടന്നത്. താങ്കൾ കൂടി ആ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ യോഗത്തിൽ വെച്ച് ഈ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം വൈകുന്നത് മന്ത്രി വീണ ജോർജിന് സൗകര്യമായ രീതി കിട്ടാത്തതുകൊണ്ടാണെന്നൊരു വിമർശനം ആ യോഗത്തിൽ ഉണ്ടായിരുന്നത്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങനെ ഒരു വിമർശനവും വന്നില്ല. മാത്രമല്ല, വീണ ജോർജും ഞാനും പങ്കെടുത്ത 30-ാം തീയതി അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല, നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അണുവിമുക്തമാക്കി കഴിഞ്ഞാൽ പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. ഒന്ന്, ആഗസ്റ്റ് മാസത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ച് നമുക്ക് ഉദ്ഘാടനം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. വീണ ജോർജിന്റെ സമയമല്ല ചോദിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ആഗസ്റ്റ് മാസത്തിലേക്ക് നമുക്ക് സമയം ചോദിച്ചു ഉദ്ഘാടനം. ഞാൻ അന്നേരം പറഞ്ഞു, ഉദ്ഘാടനം കാത്തു നിൽക്കണ്ട, നമ്മൾ രോഗികളെ മാറ്റി തുടങ്ങുക, പഴയ കെട്ടറാണ്, അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കരുതെന്ന് അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, നിങ്ങൾ അന്വേഷിച്ചോളൂ, മിനിസുണ്ട്, ഞാൻ ഈ വാചകം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിനകത്ത് വീണ ജോർജ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ ജോർജിന്റെ സമയത്തിന് വേണ്ടി കാത്തു നിന്നു എന്നൊരു വിമർശനം ആരോ നിങ്ങൾ തെറ്റിദ്ധരിച്ച ഒരു അബദ്ധമായ വാർത്തയാണ്, തെറ്റായ ധാരണയാണ്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ച ഓരോ കാര്യങ്ങൾ വരും. അതെല്ലാം വാർത്തയാക്കരുതെന്നാണ് വിനയപൂർവ്വമായി നിങ്ങളോട് എനിക്ക് ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യസന്ധമായ രേഖാമൂലമുള്ള സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.